ജലാശയങ്ങൾ ഉള്ളിടത്തെല്ലാം മത്സ്യകൃഷി ആരംഭിക്കുന്ന പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. ഇതിലൂടെ മത്സ്യത്തൊഴിലാളികളുടെ വരുമാനത്തിൽ വലിയ വർധനവുണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് മത്സ്യബന്ധനമല്ലാതെ ഒരു തൊഴിൽ കൂടി ഉറപ്പാക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. പ്രായിക്കര ഫിഷ് ലാൻഡിംഗ് സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഇപ്പോൾ തടയിണയിട്ടൊരു മത്സ്യകൃഷി നടപ്പാക്കി. ഈ വർഷം ആദ്യമായി തുടങ്ങുക. കുട്ടമ്പേരൂർ 7 യൂണിറ്റുകളാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് എംബാങ്ക്മെന്റ് എന്ന് പറയുന്ന പുതിയൊരു പദ്ധതി ഇപ്പോൾ തുടങ്ങിയത്. കേരളത്തിൽ എല്ലായിടത്തും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷമാകുമ്പോൾ വ്യാപകമായി തുടങ്ങും. എവിടെല്ലാം ജലാശയമുണ്ടോ അവിടെ എല്ലാം മത്സ്യം വളർത്തുന്ന മത്സ്യത്തൊഴിലാളിക്ക് വരുമാനം ഉണ്ടാക്കുന്ന പദ്ധതിയാണ് നമ്മൾ ആവിഷ്കരിക്കുന്നത്. ലൈഫ് പദ്ധതി കൂടാതെ തീരദേശ മേഖല മത്സ്യത്തൊഴിലാളിക്ക് പുനർഗേഹം പദ്ധതിയിലൂടെ 8300 വീടുകൾ ഇതിനോട് നിർമ്മിച്ചിട്ടുണ്ട്. 1200 ഫ്ളാറ്റുകളാണ് കേരളത്തിൽ പണിയുന്നത്. കഴിഞ്ഞ ദിവസം വലിയ തുറ പോയി. 1200-ൽ 400 ഫ്ളാറ്റ് പണിയുന്നത് വലിയ തുറയിലാണ്. എന്തൊരു അഭിമാനകരമായ ഒരു മാറ്റം മത്സ്യത്തൊഴിലാളികളുടെ ഭവന നിർമ്മാണ രംഗത്ത്. 12600ഓളം വീടുകൾ ഈ കാലയളവിനുള്ളിൽ 7 വർഷം കൊണ്ട് ഒന്ന് കൊടുത്തു. ഈ 2 വർഷം കൂടെ കഴിയുമ്പോൾ പരമാവധി മത്സ്യത്തൊഴിലാളിക്ക് വീട് കൊടുക്കും. ഈ വർഷം 30 കോടി രൂപയാണ് മത്സ്യത്തൊഴിലാളികളുടെ വീടിന്റെ നവീകരണത്തിന് നേരിട്ട് മത്സ്യവകുപ്പ് ചെലവഴിക്കാൻ പോകുന്നത്. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള KDSCയുമായി ചേർന്നുള്ള തൊഴിൽ തീര പദ്ധതി കേരളത്തിന്റെ ഉൾനാടൻ മേഖലയിലും തീരദേശം നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. ലൈഫ് പദ്ധതി കൂടാതെ തീരദേശ മേഖലയിലെ തൊഴിലാളികൾക്ക് പുനർഗേഹം പദ്ധതിയിലൂടെ 8300 വീടുകൾ നിർമ്മിച്ചു നൽകിയെന്നും മന്ത്രി അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ വീടിന്റെ നവീകരണത്തിനായി 30 കോടി രൂപയാണ് മത്സ്യവകുപ്പ് ചെലവഴിക്കുന്നത്. 1,33 ലക്ഷം രൂപ ചെലവഴിച്ച് 292.55 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ 2 നിലകളിലായിട്ടാണ് ഫിഷ് ലാൻഡിംഗ് സെന്റർ നിർമ്മിച്ചിരിക്കുന്നത്. കെട്ടിടത്തിൽ മത്സ്യം ലേലം ചെയ്യുന്നതിനുള്ള സംവിധാനം, വല നന്നാക്കുന്നതിനുള്ള സൗകര്യം, സബ് സെന്ററിനായി മുറി, കോൾഡ് സ്റ്റോറേജ് സംവിധാനം, ഓഫീസ് സംവിധാനം, ടോയ്ലറ്റ് തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ ചെന്നിത്തല തൃപ്പൂണിത്തുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയമ്മ ഫിലേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ PK ഷെയ്ഖ് ഫരീദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം G ആതിര തുടങ്ങിയവർ പങ്കെടുത്തു. LDF കുട്ടനാട് നിയോജക മണ്ഡലം ഇലക്ഷൻ കൺവെൻഷൻ രാമങ്കരിയിൽ നടത്തി. മാരാമ്പറമ്പ് ഗ്രൗണ്ടിൽ ചേർന്ന സമ്മേളനം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം മുൻ MP CS സുജാത ഉദ്ഘാടനം ചെയ്തു. അസംബ്ലി മണ്ഡലം കൺവെൻഷനുകൾ ഇന്നു മുതൽ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ ബഹുമാന്യായ മന്ത്രി ഇപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥിയുമെല്ലാം ഈ കുട്ടനാട് മണ്ഡലത്തിലെ പൊതുജനങ്ങൾ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്, നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കളും സുഹൃത്തുക്കളുമെല്ലാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളാൽ തന്നെ പ്ലാൻ ചെയ്തതിനു വേണ്ടി വളരെ ആവേശപൂർവ്വമാണ് ഈ രാമഗിരിയിലേക്ക് ഒഴുകിയെത്തിയിട്ടുള്ളത്. ഈ കൺവെൻഷൻ കാണുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന നല്ല ചുറുചുറുക്കുള്ള, വളരെ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ എവരോടും പെരുമാറുന്ന പ്രിയപ്പെട്ട അരുൺകുമാർ നമ്മുടെ ഈ മണ്ഡലത്തിൽ നിന്ന് വൻപിച്ച ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെടാൻ പോവുകയാണ്. സമ്മേളനത്തിൽ LDF മണ്ഡലം കമ്മിറ്റി കൺവീനർ KK അശോകൻ അധ്യക്ഷനായിരുന്നു. ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം തോമസ് K തോമസ് MLA നിർവഹിച്ചു. മന്ത്രി P പ്രസാദ്, CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ്, ഇടതുമുന്നണി നേതാക്കളായ KC ജോസഫ്, അംബിക വേണുഗോപാൽ, മുൻ MLA CK സദാശിവൻ, മുൻ MLA KK ഷാജു, G ഉണ്ണികൃഷ്ണൻ, KS അനിൽകുമാർ, ജോസഫ് K നെല്ലുവേലി, അഡ്വക്കേറ്റ് R രാജേന്ദ്രൻ, K സോമപ്രസാദ്, സ്ഥാനാർത്ഥി CA അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിശ്വകർമ്മജരുടെ പിന്നാക്കാവസ്ഥയെപ്പറ്റി പഠിക്കുവാൻ കമ്മീഷനെ നിയമിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. 30 ലക്ഷത്തിലധികം പരമ്പരാഗത തൊഴിലാളികൾ പിന്നോക്കാവസ്ഥ നേരിടുന്നുണ്ടെന്നും MP പറഞ്ഞു. സാമൂഹികമായും സാമ്പത്തികമായും രാഷ്ട്രീയപരമായും പിന്നോക്കം നിൽക്കുന്ന കേരളത്തിലെ 30 ലക്ഷത്തിലധികം വരുന്ന പരമ്പരാഗത തൊഴിലാളികളുടെ പിന്നോക്കാവസ്ഥയെപ്പറ്റി പഠിക്കുവാൻ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി ചെയർമാനായി കമ്മീഷനെ വയ്ക്കണമെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് ആവശ്യപ്പെട്ടത്. കേരള ട്രഡീഷണൽ ആർട്ടിസാൻസ് കോൺഗ്രസിന്റെ ദക്ഷിണ മേഖലാ പ്രവർത്തക കൺവെൻഷൻ മാന്നാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടെ
ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു, നിങ്ങളുടെ പ്രശ്നങ്ങൾ, ട്രഡീഷണൽ ആർട്ടിസാൻസിന്റെ പ്രശ്നങ്ങൾ, അത് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ, നിങ്ങൾ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ, കുടുംബത്തെ പോറ്റാൻ, മക്കളെ പഠിപ്പിക്കാൻ, അതോടൊപ്പം മക്കളെ കെട്ടിച്ചയക്കാനൊക്കെയുള്ള സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയും സാമ്പത്തികമായ പ്രയാസവും അതിന് പരിഹാരമുണ്ടാക്കാൻ നമ്മുടെ രാജ്യത്ത് സംസ്ഥാന ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി പാർലമെന്റിൽ ഒരു നിയമം അവതരിപ്പിക്കാൻ, ഒരു ബില്ല് അവതരിപ്പിക്കാൻ, പരമ്പരാഗത തൊഴിലാളികളെയും തൊഴിൽ മേഖലയെയും സംരക്ഷിക്കാനായി കഴിഞ്ഞ ഗവൺമെന്റ് പ്രഖ്യാപിച്ച പൈതൃക ഗ്രാമ പദ്ധതി അടിയന്തരമായി നടപ്പാക്കുവാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകണമെന്ന് യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സ്വാഗത സംഘം ചെയർമാൻ TS രാജന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് PR അരുൺകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി പത്മനാഭൻ ചേരാപുരം, സ്വാഗത സംഘം ജനറൽ കൺവീനർ T സുനിൽകുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് മോഹനൻ മേനംകുളം തുടങ്ങിയവർ സംസാരിച്ചു. നിയമപഠനത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അമൃത രാധാകൃഷ്ണനെ യോഗത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് MP ആദരിച്ചു. കുട്ടനാട് നിയോജക മണ്ഡലത്തിലെ നിർമ്മാണം പൂർത്തീകരിച്ച വിവിധ റോഡുകളുടെ ഉദ്ഘാടനം തോമസ് കെ തോമസ് MLA നിർവഹിച്ചു. കുട്ടനാടിന്റെ സമഗ്ര വികസനമാണ് ഇടതുമുന്നണി സർക്കാരിന്റെ ലക്ഷ്യമെന്നും MLA പറഞ്ഞു. ചമ്പക്കുളം കോയിൽമുക്ക് റോഡ്, മങ്കൊമ്പ് KSEB സബ്സ്റ്റേഷൻ റോഡ്, MLA ഓഫീസ് തുലാമറ്റം റോഡ് എന്നീ റോഡുകളാണ് പൊതുജനങ്ങൾക്കായി തോമസ് കെ തോമസ് MLA ഔദ്യോഗികമായി തുറന്നുകൊടുത്തത്. ഈ റോഡുകളൊക്കെ തീർന്നിട്ട് നാളുകളായി സഞ്ചാരയോഗ്യമാക്കി തീർത്ത് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം, പിണറായി സർക്കാരിൻ്റെ ഗവൺമെൻറ് വന്നതിന് ശേഷം 1.5 വർഷക്കാലം കൊണ്ട് വളരെ വിപുലമായ രീതിയിലുള്ള ഒരു പുനരുദ്ധാനമാണ് കുട്ടനാട്ടിൽ നടന്നിരിക്കുന്നത്. അതിൻ്റെ തെളിവാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം. ഇനിയുള്ള കാലങ്ങളിൽ ഇനി നമുക്ക് അടുത്ത 2 വർഷം കൂടെ മുന്നിലുണ്ടല്ലോ, ആ സമയം കൊണ്ട് കുട്ടനാടിന് സമഗ്രമായ ഒരു വികസനമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 30 കോടി രൂപയുള്ള ഈ ദിവസങ്ങളിൽ അനുവദിച്ചിട്ടുണ്ട്, 57 കോടി രൂപയുള്ള അല്ലാതെ അനുവദിച്ചിട്ടുണ്ട്, 100 കോടി രൂപ കുട്ടനാട് പാക്കേജിന് അനുവദിച്ചിട്ടുണ്ട്. ഇതെല്ലാം പ്രാവർത്തികമാക്കി എടുക്കണമെങ്കിൽ ഇതിൻ്റെ പുറകെ ഓടിയെങ്കിലേ ഒക്കത്തുള്ളൂ. കുടിവെള്ള പദ്ധതിയുടെ ടെൻഡർ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, അതും ഉടനെ തന്നെ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ സമഗ്രമായ ഒരു വികസനം, കുടിവെള്ളമായാലും റോഡായാലും സ്കൂളുകളായാലും ഓഫീസുകളായാലും വളരെ നല്ല രീതിയിൽ, നമുക്കറിയാം ചമ്പക്കുളം പഞ്ചായത്തിൻ്റെ ഓഫീസിൻ്റെ വലിയ ശ്രേഷ്ഠമേറിയ ഉദ്ഘാടനമാണ് നടത്തിയ 2 മന്ത്രിമാരാണ് അവിടെ എത്തിയിരുന്നത്. കാരണം ഇങ്ങനെയുള്ള വിപുലമായ രീതിയിലാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചമ്പക്കുളം കോയിൽമുക്ക് റോഡിലെ ചമ്പക്കുളം ബസ് സ്റ്റാൻഡ് മുതൽ തായങ്കരി വരെയുള്ള ഭാഗത്ത് 2.8 കോടി രൂപ ചെലവഴിച്ച് പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാണ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത്. KSEB സബ്സ്റ്റേഷൻ റോഡ് MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച 25 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. നെടുമുടിയിൽ പ്രവർത്തിക്കുന്ന MLA ഓഫീസ് മുതൽ തെക്കുഭാഗത്തേക്ക് തുലാമറ്റം വരെയുള്ള റോഡ് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 25 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്. വിവിധ കേന്ദ്രങ്ങളിലായി നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TG ജലജകുമാരി അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഗസ്റ്റിൻ ജോസഫ്, ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജനി അജിത് കുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ T ബാബു, കൊച്ചുറാണി ബാബു, S മായാദേവി, ഫില്ലമ്മ ജോസഫ്, KM സജികുമാർ, നേതാക്കളായ KG അരുൺകുമാർ, N റെജി, ജിജോ തോമസ് നെല്ലുവേലിൽ, PJ സേവ്യർ തുടങ്ങിയവർ ചടങ്ങുകളിൽ പങ്കെടുത്തു. കുട്ടനാട് താലൂക്കിലെ വിവിധ മേഖലകളിൽ താലൂക്ക് സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ റേഷനിംഗ് ഇൻസ്പെക്ടർമാർ അടങ്ങിയ പ്രത്യേക സംഘം വീടുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി. അനധികൃത കാർഡുകൾ തരം മാറ്റുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിശോധന. ആകെ 76 റേഷൻ കാർഡുകൾ പരിശോധിച്ചതിൽ അനർഹമായി മുൻഗണന AAY സബ്സിഡി കാർഡുകൾ കൈവശം വെച്ചിരുന്ന വ്യക്തികളിൽ നിന്നും 9 PHH കാർഡുകൾ, 1 AAY കാർഡ്, 10 സബ്സിഡി കാർഡുകൾ എന്നിവ പൊതുവിഭാഗത്തിലേക്ക് തരം മാറ്റി. ഈ കാർഡ് ഉടമകൾ അനർഹമായ റേഷൻ കാർഡ് കൈവശം വെച്ച് കൈപ്പറ്റിയ റേഷൻ വിഹിതത്തിന്റെ വില സർക്കാരിലേക്ക് ഈടാക്കാൻ തുടർ നടപടി സ്വീകരിക്കും. അനർഹമായി മുൻഗണന AAY സബ്സിഡി കാർഡുകൾ ആരെങ്കിലും കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ സ്വമേധയാ സപ്ലൈ ഓഫീസിൽ അറിയിച്ച് പൊതുവിഭാഗത്തിലേക്ക് തരം മാറ്റണമെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ താലൂക്ക് സപ്ലൈ ഓഫീസർ GR ജയൻ, റേഷനിംഗ് ഇൻസ്പെക്ടർമാരായ V സന്തോഷ് കുമാർ, D ഗീതാദേവി, S ശ്രീകല തുടങ്ങിയവർ പങ്കെടുത്തു.
കാവാലം പഞ്ചായത്ത് 9-ാം വാർഡ് വടക്കൻ വെളിയനാട് കടത്തുകടവിന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരം വേണമെന്ന് ആവശ്യമുയരുന്നു. യാത്രക്കാരും അവിടെയുള്ള ചുമട്ടു തൊഴിലാളികളും നേരിടുന്ന പ്രശ്നങ്ങൾ KCV ന്യൂസ് പ്രതിനിധികളായ ജോമോൻ കാവാലവും അജി ദാമോദറും ചോദിച്ചറിഞ്ഞു. ആ റിപ്പോർട്ടിലേക്ക്. വെളിയനാട് കൃഷ്ണപുരം പാലം യാഥാർത്ഥ്യമാകണമെന്ന പ്രദേശവാസികളുടെ ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പാലത്തിന്റെ ഡിസൈനിങ് കഴിഞ്ഞ സ്ഥിതിക്ക് നിർമ്മാണം എത്രയും വേഗം ആരംഭിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർക്കുള്ളത്. എന്നാൽ അവിടെയുള്ള കടത്തുകടവിൻ്റെ അവസ്ഥയും ശോചനീയം തന്നെ. കടത്തുകടവ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതിൻ്റെയും പ്രദേശത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തതിൻ്റെയും പ്രശ്നങ്ങളാണ് നാട്ടുകാർ KCV ന്യൂസ് പ്രതിനിധികളോട് പങ്കുവച്ചത്. കുട്ടനാട്ടിന്റെ ഒരു പ്രതീക്ഷയുടെ കാലമാണ്. സീസൺ വർക്ക്, അതായത് ഞങ്ങളുടെ സീസൺ വർക്ക്, അതായത് ചുമട് തുടങ്ങുകയാണ്. കൊയ്ത്തുമായിട്ടനുബന്ധിച്ച് ചുമട് തുടങ്ങുകയാണ്. ഇത് വെളിനാട് കാവാലം പഞ്ചായത്ത് വടക്കം വെളിയനാട് എന്ന സ്ഥലമാണ്. 9-ാം വാർഡ്. 9-ാം വാർഡിലെ ഇന്ന് ഇവിടെ ഇവരുടെ ചുമട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യത്തെ ലോഡ് വള്ളം വന്നിരിക്കുകയാണ്. ലോറി വരാൻ വേണ്ടി ഇവർ വെയിറ്റ് ചെയ്യാണ്. എങ്കിലും ഇവർക്ക് കുറച്ച് പരാതികളുണ്ട്. നമുക്ക് ഇവരോട് ചോദിക്കാം. ഇവിടെ അത്യാവശ്യം ഒരു ലൈറ്റ് വേണം. ലൈറ്റ് മിനി ഹൈമാസ് ലൈറ്റ് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനൊരു പദ്ധതിയായിട്ട് വന്നാൽ അത് പിന്നെ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. നമുക്ക് ചുമടല്ല ഉദ്ദേശിക്കുന്നത്. ചുമടിന് അതിനുപരിയായിട്ട് നമുക്കിവിടെ കടത്ത് ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ള ലൈറ്റ് ഇത് തെളിയത്തില്ല. ബോട്ട് സർവീസ്, ബോട്ട് വെളുപ്പിനെ ഒക്കെ ബോട്ട് പോകാനായിട്ടുള്ള ആൾക്കാർ വരുന്നതാണ്. അങ്ങനെ ഒരു പദ്ധതിയായിട്ട് വന്നതല്ലായിരുന്നോ? പദ്ധതിയായിട്ട് വന്നിട്ട് അത് പിന്നെ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇവിടെ നിലവിലുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ തെളിയുന്നുണ്ടോ? തെളിയുന്നില്ല. അവിടെ വഴിയുണ്ട്, ആ വഴി ലൈറ്റ് തെളിയുന്നു. അവിടെയും വഴിയാണ് അങ്ങോട്ട്, അവിടുത്തെ ലൈറ്റ് ഇല്ല. ഏകദേശം എത്ര മാസങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ചുമട് കിട്ടുമായിരിക്കും? 1.5 മാസത്തോളം. അത് നിങ്ങൾക്ക് എല്ലാ വർഷവും ഉള്ള ഒരു പ്രതീക്ഷയാണ്? എല്ലാ വർഷമുള്ള പ്രതീക്ഷയാണ്. അത് ഡേ നൈറ്റ് ആണ് ചുമട്. ഇവിടെ നിങ്ങൾ എങ്ങനെ സംയുക്ത ട്രേഡ് യൂണിയൻ ആണോ? സംയുക്തമായിട്ട്. അങ്ങനെ രാഷ്ട്രീയ ഭേദമന്യേ വളരെ സൗഹാർദ്ദപരമായിട്ട് പോകാം. പുഞ്ചക്കൊയ്ത്ത് ആരംഭിച്ചതോടെ ഇനിയുള്ള 1.5 മാസം ചുമട്ടു തൊഴിലാളികൾക്കും ഇവിടെ സ്ഥിരമായി ജോലിയുണ്ടാകും. അതിനാൽ യാത്രക്കാരോടൊപ്പം ചുമട്ടു തൊഴിലാളികളും കടവിൻ്റെ ശോച്യാവസ്ഥയിൽ പരാതിപ്പെടുന്നു. അതിപുലർച്ചയിലും സന്ധ്യ കഴിഞ്ഞും കടത്തുവള്ളത്തിലും ബോട്ടിലും യാത്ര ചെയ്യേണ്ടവർക്ക് മതിയായ വെളിച്ചം കിട്ടുന്ന രീതിയിൽ കടവിൽ ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. നെല്ലിൻചാക്കുമായി കടവിൽ വള്ളം വന്നടുക്കുമ്പോൾ ഇരുട്ടു വീണെങ്കിൽ അത് ലോറിയിലേക്ക് ചുമന്നിടാൻ ഇത്തിരി കൂടുതൽ വെട്ടം വേണമെന്നാണ് ചുമട്ടു തൊഴിലാളികളുടെ ആവശ്യവും. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ മനക്കച്ചിറ ഭാഗത്ത് ടോറസ് ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടം. തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിയോടെയായിരുന്നു അപകടം. ഇന്നോവ കാറിൽ സഞ്ചരിച്ചിരുന്ന 8 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്നും ചങ്ങനാശ്ശേരി വഴി എരുമേലിയിലേക്ക് പോകേണ്ട ഇന്നോവ കാറും ആലപ്പുഴ ഭാഗത്തേക്ക് പോയ ടോറസ് ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. കാറിലുണ്ടായിരുന്ന 29 വയസ്സ് വീതമുള്ള സുകന്യ, വിഷ്ണു, 24 വയസ്സ് വീതമുള്ള സൂര്യ, ജസ്റ്റിൻ, ബിബിൻ, 10 വയസ്സുള്ള ജസ്ലിൻ, 3 വയസ്സുള്ള കേശു, 2 വയസ്സുള്ള കാശി എന്നിവർക്കാണ് പരിക്കേറ്റത്. ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് അമിത വേഗതയിലെത്തിയ കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ലഭ്യമായ CCTV ദൃശ്യങ്ങൾ ഇത് ശരിവയ്ക്കുന്നുമുണ്ട്. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. പരിക്കേറ്റവരെ ചെത്തുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരാളുടെ നില ഗുരുതരമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ലോക വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വിവിധ ശാഖകളുടെ ആഭിമുഖ്യത്തിൽ ചങ്ങനാശ്ശേരിയിൽ SBI നാരീശക്തി എന്ന പേരിൽ നടത്തിയ പരിപാടി ശ്രദ്ധേയമായി. അരിക്കത്തിൽ ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടി മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ജോബി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് വനിതകൾക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാൻ ലക്ഷ്യത്തോടെ പല സംരംഭങ്ങളും ഇന്ന് വനിതകൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതിനെല്ലാം സപ്പോർട്ടും നമ്മുടെ SBIയും അതോടൊപ്പം തന്നെ. ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച വനിതകളെ ആദരിച്ചു. സാമ്പത്തിക സാക്ഷരതാ ക്ലാസ്, സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, വിനോദ പരിപാടികൾ എന്നിവയും ചടങ്ങിന്റെ ഭാഗമായി നടത്തി. എക്സിബിഷനും ട്രേഡ് ഫെയറും ഇതോടൊപ്പം നടത്തിയിരുന്നു. SBI റീജിയണൽ മാനേജർ ജേക്കബ് E. ജോസഫ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു.
അസംഷൻ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ റാണി മരിയ, ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിന്ദുകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. കാക്കിക്കുള്ളിലെ കർഷകനും കൂടെ പഞ്ചായത്ത് മെമ്പറായ ഭാര്യയും ചേർന്നപ്പോൾ 80 സെന്റ് ഭൂമിയിൽ നടത്തിയ തണ്ണിമത്തൻ കൃഷിയിൽ വിളവ് 100 മേനി. മാന്നാർ വിഷവർശ്ശേരിക്കര പട്ടരുമഠത്തിൽ ബാലകൃഷ്ണൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് തണ്ണിമത്തൻ കൃഷിയിൽ വിജയം കൊയ്തത്. ചുട്ടുപൊള്ളുന്ന വേനൽ ചൂടിൽ മലയാളിയുടെ മനസ്സിനെ കുളിർപ്പിക്കാനെത്തുന്ന തണ്ണിമത്തൻ സ്വന്തമായി കൃഷി ചെയ്ത് വിജയം നേടിയിരിക്കുകയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ. സുഹൃത്തായ വാനിയത്ത് തെക്കേതിൽ സന്തോഷിന്റെ ഉടമസ്ഥതയിലുള്ള 80 സെന്റ് വസ്തുവിൽ ജനുവരിയിലാണ് ബാലകൃഷ്ണൻ കൃഷി ആരംഭിച്ചത്. വിയ്യപുരം പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPO ആയ ബാലകൃഷ്ണൻ ജോലിയുടെ ഒഴിവ് സമയങ്ങൾ മുഴുവനായും കൃഷിക്കായി വിനിയോഗിച്ചു. ഭാര്യ മാന്നാർ ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡ് മെമ്പറായ ശാന്തിനി ബാലകൃഷ്ണനും മകൾ ദേവികൃഷ്ണയും ഇവരുടെ ബന്ധുവും കുടുംബസുഹൃത്തായ ലാലുവുമാണ് കൃഷിക്ക് ബാലകൃഷ്ണനെ സഹായിക്കുന്നത്. ഓൺലൈനിൽ തണ്ണിമത്തൻ കൃഷി കണ്ടുകൊണ്ടാണ് നമ്മുടെ നാട്ടിലും ഇതെന്തുകൊണ്ട് പറ്റത്തില്ല എന്നുള്ള ഒരു അന്വേഷണം നടത്തി. അപ്പം ചേർത്തല ഭാഗത്ത് നല്ലപോലെ തണ്ണിമത്തൻ കൃഷി ശുചിത്വം ചെയ്യുന്നതായിട്ടുള്ള വീഡിയോസ് നമ്മൾ സെർച്ച് ചെയ്ത് എങ്ങനെ ഇത് ചെയ്യണം, പിന്നെ കൃഷി ഭവനുമായിട്ട് ബന്ധപ്പെട്ട് തണ്ണിമത്തൻ്റെ വിത്ത് കിട്ടാനായിട്ട് ഓൺലൈൻ വഴിയാണ് വിത്ത് വാങ്ങിച്ചത്. 36 ഗ്രാം വിത്തിന് 1700 രൂപ ആയി. നമ്മുടെ ഈ സ്ഥലത്തേക്കുള്ള വിത്ത് വാങ്ങിച്ച് ആദ്യമായിട്ട് സ്ഥലം ഒരുക്കി അടിവളമായിട്ട് കോഴിവളവും ചാണകവും ഇട്ട് ഞങ്ങൾ കൃഷി ചെയ്ത്. ആദ്യം വെള്ളത്തിന് ഇച്ചിരി പ്രശ്നമുണ്ടായിരുന്നു. പിന്നെ വെള്ളം KSEBിയുടെ കണക്ഷൻ കിട്ടി, വെള്ളം ഓക്കെ ആയി. ഇന്നിപ്പം കാവീണിട്ട് 60 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ വിളവെടുപ്പാണ്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ വിഷരഹിതമായിട്ടുണ്ടാക്കിയ ഒരു തണ്ണിമത്തൻ ശരിക്കും നമ്മളിത് ചെയ്തപ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്തുമാത്രം പ്രയാസമുണ്ട് ഈ തണ്ണിമത്തൻ കൃഷിക്കുന്ന. നേരത്തെ തൊട്ടേ കുറച്ച് കൃഷികളൊക്കെ ചെയ്ത് മുന്നോട്ട് വന്നിരുന്നുവെങ്കിലും തണ്ണിമത്തൻ കൃഷിയുമായിട്ട് ചേട്ടനിങ്ങനെ ഒരു ആലോചന ഇട്ടപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഉള്ളതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് അതുപോലെ തന്നെ അടുത്ത പ്രാവശ്യം കവർ ചെയ്തുകൊണ്ട് തന്നെ കൃഷിയിടം ഒരുക്കി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ചെയ്യുന്നത്. അതേപോലെ സഹായത്തിനായിട്ട് ലാൽചേട്ടനുമൊക്കെ കൂടി. തണ്ണിമത്തനോടൊപ്പം പയർ, പടവലം, വെള്ളരി, ചീര എന്നിവയും ബാലകൃഷ്ണൻ കൃഷി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി ചീരയുടെ വിളവെടുപ്പ് നടത്തിയിരുന്നു. മാന്നാർ കൃഷി ഓഫീസർ ഹരികുമാറിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ബാലകൃഷ്ണൻ്റെ കൃഷിരീതികൾ. പൂർണ്ണമായും ജൈവവളം ഉപയോഗിച്ചാണ് കൃഷി. തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും മാന്നാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെലീന നൌഷാദ് നിർവഹിച്ചു. എല്ലാവർക്കും ഇത് നടത്താം എന്നുള്ളൊരു തെളിവാണിത്. പിന്നെ ഈ തണ്ണിമത്തൻ ഉദ്ഘാടനം ചെയ്യേണ്ടതായിട്ട് തന്നെ വന്നത് വളരെ അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. അത് തന്നെയുമല്ല, ഞങ്ങളുടെ കൃഷി ഓഫീസറും ഞങ്ങൾക്ക് ഒരുപാട് ഉപദേശങ്ങൾ കൃഷി ചെയ്യുന്നതിനകത്ത് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒക്കെ മനസ്സിലാക്കിയായിരിക്കാം ശാന്തിനി മെമ്പർ ഇതിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും നല്ലൊരു നിമിഷം തന്നെയാണ്. ദൈവം അനുഗ്രഹിച്ച് നല്ല രീതിയിൽ തുടർന്നും കൃഷി ചെയ്യാൻ അനുഗ്രഹിക്കട്ടെ. 18-ാം വാർഡ് മെമ്പർ പുഷ്പലത, ഭൂമിയുടമ സന്തോഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കായൽപ്പുറം സെന്റ് ജോസഫ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മരണത്തിരുനാളിന് കൊടികയറി. ഞായറാഴ്ച വൈകുന്നേരം 4-ന് വികാരി ഫാദർ അഗസ്റ്റിൻ പൊങ്ങനാന്തടത്തിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. താതനാം ദൈവത്തിൻ സംപ്രീതിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മിലുണ്ടാകേണമെന്നുമെന്നും. കൊടിയേറ്റിന് ശേഷം നടത്തിയ വിശുദ്ധ കുർബാന, പ്രസംഗം, മധ്യസ്ഥ പ്രാർത്ഥന എന്നിവയ്ക്ക് ഫാദർ ടോജി നാലുചിറ കാർമ്മികത്വം വഹിച്ചു. മാർച്ച് 10 മുതൽ 19 വരെയാണ് തിരുനാൾ ദിനങ്ങൾ. മാർച്ച് 17 വരെ വൈകുന്നേരത്തെ തിരുക്കർമ്മങ്ങൾ 4-ന് ജപമാലയോടെ ആരംഭിക്കും. തുടർന്ന് വിശുദ്ധ കുർബാന, പ്രസംഗം, മധ്യസ്ഥ പ്രാർത്ഥന എന്നിവയുണ്ടായിരിക്കും. മാർച്ച് 18-ന് രാവിലെ 6:30-നുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമാണ് മധ്യസ്ഥ പ്രാർത്ഥന. പ്രധാന തിരുനാൾ ദിനമായ മാർച്ച് 19-ന് രാവിലെ 9-ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ആഘോഷമായ വിശുദ്ധ കുർബാന അർപ്പിക്കും.
പ്രദക്ഷിണത്തിന് ശേഷം ഉച്ചയ്ക്ക് 12-നാണ് യൗസപിതാവിൻ്റെ ഊട്ടുനേർച്ചയും കുഞ്ഞുങ്ങളുടെ കന്നിച്ചോറൂട്ടും. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6045 രൂപ, പവന് 48,360 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.